രാജിയാർ ഹജ്ജിന് പോയി കഴിഞ്ഞപ്പോൾ എന്തായി, കള്ളന്മാർ ഇയാളെ സുഹൃത്ത് സമ്പത്തുള്ള ആളെ കക്കാൻ വേണ്ടി വീട്ടിൽ വന്നു നോക്കുമ്പോൾ എന്ത് ചെയ്യില്ല, അവരെന്ത് ചെയ്തു, സത്തയിൻ്റെ മേലെ കയറി, അവരെന്ത് ചെയ്തു, തട്ടിൻ്റെ മുകളിൽ കയറി ഇത് പൊളിച്ച് താഴത്തിറങ്ങിയിട്ട് പൊട്ടുകൊണ്ട് പോകാൻ വേണ്ടി. പക്ഷേ അന്നേരമാണ് അവിടെ എന്ത് ചെയ്ത്, അവർ കയറിയപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ എത്തിച്ചു ആ വീട്ടിൽ ഭയങ്കര വാൾപ്പേറ്റ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായ ഒച്ചയും ഭയങ്കര യുദ്ധകാഹളവും ഒക്കെ അവിടെ എത്തിച്ചെന്ത് ചെയ്ത് പേടിച്ച് വിറച്ച് അവരവിടെ നിന്ന് വളരെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിറങ്ങി പോന്നില്ലേ. തിരിച്ച് ആചാര്യ വന്നപ്പോൾ എന്താ ആചാര്യോട് ചോദിച്ചത്, നിങ്ങൾ സാൽത്തുക്ക ബില്ലാഹി, നിങ്ങളോട് നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നതെന്ന് തൊഴിൽ വിമാ സനാത്ത ഈ ബൈത്തിക്ക വില താഴ്പുതാത്തിയ പതറുപോലും കാണാം, നിങ്ങളുടെ വീട്ടിൽ എന്ത് കാവലും എന്ത് ഇത് ഏർപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഹജ്ജിന് പോയത്. അദ്ദേഹം പറഞ്ഞു, ലം ഹസനു ഫി ബൈത്തി ഹാദ, എൻ്റെ വീട്ടിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. വലാക്കിൻ നിങ്ങൾ കത്തപത്തു, ഞാൻ എഴുതി ലാ യഊദു യുഹ്ലുഹുമാ വഹുവൽ അലിയുൽ അദീം എന്ന ആയത്തെഴുതി, വാ അസ്മാ അഹ്ല ബദരിൻ, ബദരീങ്ങളുടെ പേരും എഴുതി, വജഅൽതു അലാ ഉസ്ഖുഫത്തിൽ ബാബി, എൻ്റെ ഈ വാതിലിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പടിയിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇത്രേ ചെയ്തിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് എന്ത് ചെയ്ത്, സമയത്തു തിരിഞ്ഞില്ല, എന്ത് ഞമ്മൾ കേട്ടു, തെക്കത്ത കുതിരയുടെ കുളമ്പടി ശബ്ദം, കഹ്കാത്ത സിലായി ആയുധ ഫൈറ്റിന്റെ ശബ്ദം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബദരീങ്ങൾ അക്ബിലു യാ അഹ്ല ബദർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ വിളിക്കുന്ന ശബ്ദവും കേട്ടു. ആര്? കൊള്ളക്കാര് കേട്ടു. ഇങ്ങനെ ആ മനുഷ്യനോട് എഴുതി വെച്ചിട്ട് പോയിട്ട് ഇതെല്ലാം കിട്ടി എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തൊക്കെ ചരിത്രത്തിലൊക്കെ രേഖപ്പെട്ടിട്ടാണ് മൗലൂദിനെ എഴുതിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, എഴുതില്ല.